വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം 86 ഭേദഗതി. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ 86 ഭേദഗതി. അന്യായമായി തടവിൽ വെച്ചിട്ടുള്ള വ്യക്തിയെ വിടുവിക്കാനായി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടവിൽ വെച്ചിട്ടുള്ള വ്യക്തിയെ വിടുവിക്കാനായി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകിയ ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാനിന് രൂപം നൽകിയത് ആര്? ഉത്തരം M.N. റോയ്. ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകിയ ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാനിന് രൂപം നൽകിയത് M.N. റോയ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏത്? ഭക്ഷ്യ സ്വയം പര്യാപ്തത. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കാണ്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഉത്തരം P.K. തുംഗൻ കമ്മിറ്റി. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഉത്തരം P.K. തുംഗൻ കമ്മിറ്റി. ദേശീയ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിക്ക് ഏത് നേതാവിൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്? ഉത്തരം ഇന്ദിരാഗാന്ധി. ദേശീയ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിക്ക് ഏത് നേതാവിൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്? ഉത്തരം ഇന്ദിരാഗാന്ധി. വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിക്കാൻ അപേക്ഷകന് എത്ര വയസ്സ് തികഞ്ഞിരിക്കണം? 60 വയസ്സ്. വാർദ്ധക്യകാല പെൻഷന് അപേക്ഷിക്കാൻ അപേക്ഷകന് 60 വയസ്സ് തികഞ്ഞിരിക്കണം. സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി മൂലകങ്ങളുടെ ക്രമത്തെ താരതമ്യം ചെയ്തത് ആര്? ഉത്തരം ന്യൂലാൻഡ്സ്. സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി മൂലകങ്ങളുടെ ക്രമത്തെ താരതമ്യം ചെയ്തത് ന്യൂലാൻഡ്സ്. ജനൽ ചില്ലുകൾ, ബൾബുകൾ, ഗ്ലാസ് ടംബറുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത്? ഉത്തരം സോഡ ഗ്ലാസ്. ജനൽ ചില്ലുകൾ, ബൾബുകൾ, ഗ്ലാസ് ടംബറുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് സോഡ ഗ്ലാസ്. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ഇന്ത്യയിലെത്തുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പശ്ചിമ അസ്വസ്ഥത. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ഇന്ത്യയിലെത്തുന്നത് അറിയപ്പെടുന്നത് പശ്ചിമ അസ്വസ്ഥത എന്നാണ്. തിമിരം ഭേദമാക്കാനുള്ള ചികിത്സ ഏത്? ഉത്തരം ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. തിമിരം ഭേദമാക്കാൻ ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ സാധിക്കും. ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ബെർട്ടിനിയുടെ സ്തൂപങ്ങൾ? ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ബെർട്ടിനിയുടെ സ്തൂപങ്ങൾ? ഉത്തരം വൃക്ക. ആൻജിന പെട്രോസിസ് എന്ന അവസ്ഥ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഹൃദ്രോഗം. ആൻജിന പെട്രോസിസ് എന്ന അവസ്ഥ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടതാണ്. ശരീരത്തിലെ പൊള്ളയായ ആന്തരിക അവയവങ്ങളുടെ ആന്തരിക ഭിത്തിയിൽ കാണപ്പെടുന്ന പേശികൾ ഏവ? ഉത്തരം രേഖാശൂന്യ പേശികൾ. ശരീരത്തിലെ പൊള്ളയായ ആന്തരിക അവയവങ്ങളുടെ ആന്തരിക ഭിത്തിയിൽ കാണപ്പെടുന്ന പേശികളാണ് രേഖാശൂന്യ പേശികൾ. പുരുഷന്മാരുടെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കളായ വർഷങ്ങൾ ഏവ? പുരുഷന്മാരുടെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കളായ വർഷങ്ങൾ 1983, 2011. 1983 2011 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്ര? 107. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 107 ആണ്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് എത്ര രൂപ വരെയുള്ള തർക്കങ്ങളിലാണ് തീർപ്പ് കൽപ്പിക്കാവുന്നത്? ഉത്തരം 50 ലക്ഷം രൂപ വരെ. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എത്ര രൂപ വരെയുള്ള തർക്കങ്ങളിലാണ് തീർപ്പ് കൽപ്പിക്കാവുന്നത്? ഉത്തരം 50 ലക്ഷം രൂപ വരെ. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച യോൺ ഫെസ്സയുടെ ജന്മദേശം? ഉത്തരം നോർവേ. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച യോൺ ഫെസ്സയുടെ ജന്മദേശം? ഉത്തരം നോർവേ.